ഹേ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മൈസെൽഫ് ശ്രുതകീർത്തി ശ്യാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈവനിങ് സ്റ്റഡി വ്ലോഗ് എന്നൊക്കെ പറയാം. ഇന്ന് എനിക്ക് എക്സാംസിന് കുറച്ച് ടൈംസേ ഉള്ളൂ. സോ അത് കണ്ടിട്ട് ഞാൻ കുറച്ച് സീരിയസ് ആയിട്ടിരുന്ന് പഠിക്കാനൊക്കെ വിചാരിക്കുന്നത് സാൻറ്റെന്ന്. അപ്പം ആദ്യം തന്നെ ഞാൻ വിളക്കൊക്കെ കത്തിക്കുകയാണ്. അപ്പോഴത്തേക്കും ഒരു 6 മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ വിളക്ക് കത്തിച്ചു. വിളക്കൊക്കെ കത്തിച്ച് നിന്നിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പഠിക്കാനിരുന്നത്. ഈ സമയത്ത് ഞാനല്ല, സാധാരണ അമ്മയാണ് വിളക്ക് കത്തിക്കാറ്. പക്ഷെ എനിക്ക് ഓൺലൈൻ ട്യൂഷൻ ഉണ്ടാകുന്നതുകൊണ്ട് ഞാൻ വിളക്ക് കത്തിക്കാറില്ല. ഇന്നാണ് കത്തിക്കുന്നത്. അതിനുശേഷം ഞാൻ സ്റ്റഡി ടേബിൾ എനിക്കെന്തോ ഇത്തിരി വൃത്തിയായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാനൊന്ന് സ്പ്രേ, അത് വെള്ളമാണ് കേട്ടോ, അത് നടിച്ച് തുടച്ചെടുത്തു. അതിനുശേഷമാണ് ഞങ്ങൾക്ക് പഠിക്കാനിരിക്കുന്നത് കേട്ടോ. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ PT2 എക്സാമിനായിട്ടുള്ള പോർഷൻസൊക്കെ ഒന്ന് എഴുതി ചിട്ടപ്പെടുത്തി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതൊന്ന് എഴുതി നമുക്ക് കൃത്യമായിട്ട് വെക്കാം. അപ്പോൾ 6 കോളംസ് ഞാൻ ഇങ്ങനെ വരച്ചിട്ട് മേളിൽ ചെറിയ കോളം വരച്ചിട്ട് അതിൽ നമ്മൾ പേനെടുത്ത് സബ്ജക്റ്റിൻ്റെ പേര് എഴുതുന്നുണ്ട്. സയൻസ്, സോഷ്യൽ, ഇംഗ്ലീഷ്, മാത്സ്, സാൻസ്ക്രിറ്റ്, ഹിന്ദി എന്നൊക്കെ പണ്ട് നമ്മൾ എഴുതുന്നുണ്ട്. ഇത് ഇങ്ങനെ എഴുതിയതിന് ശേഷം കുറച്ച് ഡെക്കറേഷൻ പരിപാടികളൊക്കെ അങ്ങനെ ആവാം. ഞാൻ അധികമൊന്നും ചെയ്യുന്നില്ല. അതിനുശേഷം ഇതിൻ്റെ പോർഷൻസ് എല്ലാം ഒന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് ആ പോർഷൻസ് എല്ലാം ഞാൻ ഒന്ന് എഴുതി കൊടുക്കുകയാണ്. ഇതെല്ലാം എഴുതിയിട്ട് എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കണം. ഹിന്ദിയുടെ മാത്രം ഞാൻ എഴുതുന്നില്ല, കാരണം ഹിന്ദിയുടെ ഞങ്ങൾക്ക് മര്യാദയ്ക്ക് പറഞ്ഞിട്ടില്ല. പോർഷൻസ് അറിയാൻ പറ്റും, എന്നാലും ഒന്ന് കൺഫേം ചെയ്യണമല്ലോ നമുക്ക് ടീച്ചർ പറഞ്ഞിട്ട്. സോ അത് എന്നിട്ട് എഴുതാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ ഒട്ടിച്ചിട്ടില്ല, ഇവിടെ ഉണ്ടത്. ഞാൻ ഓരോന്ന് സെർച്ച് ചെയ്താണ് അതിനകത്തുനിന്ന് എടുക്കുന്നത്. പിന്നെ ഇതെല്ലാം കൃത്യമായിട്ട് എഴുതി വെക്കുമ്പോഴത്തേക്കും ഞാൻ മറക്കത്തുമില്ല. അത് പഠിച്ച് കഴിയുമ്പോഴത്തേക്കും ടിക്കറ്റ് കൊടുക്കാം. അതാകുമ്പോൾ പിന്നെ ഏതൊക്കെ പഠിച്ചു എന്നുള്ളൊരു ഐഡിയ കിട്ടുമല്ലോ. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിനി സയൻസിന് ഞാൻ ബാക്ക്വേർഡാണ് പഠിച്ചു തുടങ്ങുന്നത്. അപ്പം സയൻസിന് ഫസ്റ്റ് ഞങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ, അതായത് ബാക്കിൽ നിന്ന് പോകുമ്പോൾ ഫസ്റ്റ് പഠിക്കാനുള്ള ചാപ്റ്റർ എടുത്തിട്ടുണ്ട്. അത് കെമിക്കൽ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്, 11th ചാപ്റ്ററാണ്. അപ്പോൾ അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അത്യാവശ്യം ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ഗൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് റെഫർ ചെയ്താലേ നമുക്ക് ഔട്ട്സൈഡിൽ നിന്ന് ക്വസ്റ്റ്യൻസ് അല്ല വരാറ്, ആക്ച്വലി ഇൻസൈഡിൽ നിന്നാണ്. പക്ഷേ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇത്തിരി കെയർഫുൾ ആയില്ലെങ്കിൽ നമുക്ക് മാർക്ക് സിമ്പിളായിട്ട് ടപ്പേന്ന് പറഞ്ഞ് പൊട്ടുന്നത്. അതാണ് നമ്മൾ ടെക്സ്റ്റും ഗൈഡൊക്കെ നന്നായിട്ട് റെഫർ ചെയ്താലേ നമുക്ക് ഈ സയൻസ്, സോഷ്യൽ എന്നൊക്കെ പറഞ്ഞാൽ നന്നായിട്ട് പഠിക്കാനായിട്ട് പറ്റും. പിന്നെ മാത്സ് പിന്നെ പറയേണ്ട, മാത്സിന് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. കാരണം എന്നാലേ നമുക്ക് ഒരു എന്താ പറയണ്ടേ, നമുക്ക് ഔട്ട്സൈഡിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാലും എന്ത് ടൈപ്പ് വന്നാലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മളെ പഠിപ്പിക്കുന്നതല്ലേ വരത്തുള്ളൂ. ഔട്ട്സൈഡ് സിലബസ് വരുവാണെങ്കിൽ നമുക്ക് അറ്റൻഡ് ചെയ്യുക, അതിനുള്ള മാർക്ക് കിട്ടുമായിരിക്കാം, എനിക്കറിയില്ല. അറ്റൻഡ് എന്തായാലും ചെയ്യുക, വിട്ട് കളയരുത്, അത്രേ ഉള്ളൂ. ആൻഡ് ഞാൻ അതിൻ്റെ ഇടയിൽ അമ്മയൊക്കെ വന്നപ്പോഴത്തേക്ക് ഇരിക്കുന്ന സംസാരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഞാൻ പഠിക്കാനൊക്കെ ആയിട്ട് തിരിയുന്നുണ്ട്. സയൻസിൽ ഈ ചാപ്റ്റർ കുഴപ്പമില്ല, സിമ്പിൾ ചാപ്റ്ററാണ്. ബട്ട് ഇറ്റ്സ് സംടൈംസ് എ ബിറ്റ് ടഫ്. നമുക്കൊരു ഇത്തിരി റെഫർ ചെയ്താലേ പറ്റുള്ളൂ. എനിക്ക് ഫോണിൽ ഇതിൻ്റെ നോട്ട്സ് ഉണ്ടോ എന്ന് നോക്കി, അത് കിട്ടിയില്ല. അത് കാരണം ഞാൻ ഫോൺ മാറ്റി വെച്ചു. ആഫ്റ്റർ ഐ സ്റ്റഡി ദാറ്റ് ചാപ്റ്റർ, ഞാൻ സൗണ്ട് ചാപ്റ്റർ വെച്ചിട്ട് തുടങ്ങാമെന്നാണ് വിചാരിച്ചത്. സോ
സൗണ്ട് ചാപ്റ്ററിൽ ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് അതിന് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ പഠിക്കണം. ഞാൻ ടേബിളിലൊക്കെ ഇട്ട് കൊട്ടി നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈബ്രേഷൻ അതൊക്കെ അറിയുമെന്ന് തന്നെ അറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് സയൻസ് അത്യാവശ്യം കുറേ ഇഷ്ടമുള്ള ഇതാണ് സബ്ജക്റ്റാണ്. സോ അതെനിക്ക് നല്ലവണ്ണം അതായത് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ബട്ട് കൃത്യമായിട്ട് പഠിച്ചില്ലെങ്കിൽ തലേന്ന് പോവുകയും ചെയ്യാം. അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ്. എനിക്ക് എപ്പോഴും മാർക്ക് കൂടുതൽ കിട്ടാറ് സയൻസിനും ഇംഗ്ലീഷിനും ഒക്കെയാണ്. യൂഷ്വലി എനിക്ക് അതുപോലെയുള്ള സബ്ജക്ട്സ് ഐ എം റിയലി ഇൻ ലവ് വിത്ത് ദം. എസ്പെഷ്യലി ഫിസിക്സ്. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റാണ് ഫിസിക്സ്. ഇനി ഹയർ ക്ലാസ്സിലേക്ക് എങ്ങനെ ആവുമെന്നറിയില്ല. ബട്ട് ഇതുവരെ ഞാൻ 6th തൊട്ടാണ് സയൻസ് ലൈക്ക് കുറച്ചുകൂടെ എന്താ പറയുക ഫോക്കസ് ചെയ്ത് പഠിക്കാൻ തുടങ്ങണം. ഞങ്ങൾക്ക് അപ്പത്തൊട്ട് സയൻസ് അപ്പോഴാണ് വരുന്നത്. സോ അപ്പത്തൊട്ട് എനിക്ക് ഫിസിക്സ് നല്ല ഇഷ്ടമാണ്. അന്നോട്ട് എനിക്ക് സയൻസിന് നല്ല മാർക്സും കിട്ടാറുണ്ട്. 8th ഫിസിക്സും അത്യാവശ്യം പാടാണ്. ബട്ട് എനിക്ക് ഇഷ്ടമാണ്. 9th 10th 11th 12th ഒക്കെ ആകുമ്പോൾ അറിയാം നമുക്ക് അതിൻ്റെ ഡിഫറൻസ്. എന്താണെങ്കിലും എനിക്കത് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ശരിയാവുമെന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല. എന്തായാലും നമ്മളങ്ങ് പരീക്ഷിച്ച് നോക്കുകയാണ്. ആൻഡ് ആ ചാപ്റ്ററിൽ ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ, നമ്പർ ഓഫ് ഓസിലേഷൻസ്, ഫ്രീക്വൻസി ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ്സ് വൈ ഐ ആം ഡൂയിങ് സം പ്രാക്ടീസസ് ഓൺ ആൻ A4 പേപ്പർ. ഞാൻ എന്തായാലും ഇത്രയും വെച്ച് ഈ വീഡിയോ നിർത്താണ്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ഫാം. ബൈ ബൈ. കീപ് സപ്പോർട്ടിങ് മീ.